ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൈറ്റിയുടെ കട്ടിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണല്ലോ നമ്മുടെ ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോഡിയിൽ നിന്ന് എടുത്ത അളവുകൾ തന്നെയാണ്. ആദ്യം അരയിഞ്ച് സീം എലമെൻറ്റ്സ് കൊടുക്കാം. അത് സ്ട്രെയിറ്റ് ലൈനാക്കി വരഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ഷോൾഡർ കൊടുക്കാം. ഞാനിപ്പോൾ നൈറ്റി ആയതുകൊണ്ട് എടുത്ത ഷോൾഡർ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതല്ല നിങ്ങൾക്കത് വേണ്ടെന്നാണെങ്കിൽ കൂടുതൽ കഴുത്തിറക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 6 ഇഞ്ചിൽ ഞാൻ താഴത്തോട്ടേക്ക് ആം ഹോള് റൗണ്ടിന് വേണ്ടിയിട്ട് ലൈൻ വരച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 7.5 അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 റേഞ്ചിൽ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് എത്രയാണ് താഴത്തോട്ടേക്ക് വേണോ മുകളിലോട്ടേക്ക് വേണോ എന്നൊക്കെ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 1 ഇഞ്ച് മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം എലമെൻസും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. നൈറ്റി ആകുമ്പോൾ കുറച്ച് ലൂസ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ലൂസ് കൊടുക്കാം. ഓക്കെ, ഇനി സാധാരണ ചെയ്യും പോലെ തന്നെ അവിടെയുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് അളന്ന് നോക്കി അതിൻ്റെ പകുതി കണ്ടിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. താഴത്തോട്ടേക്ക് 1/2 ഇഞ്ച് റൗണ്ട് ഷേപ്പും വരച്ചിട്ട് നമുക്ക് ജസ്റ്റ് അളന്ന് നോക്കാം എത്രയാണ് ഉള്ളതെന്ന്. എനിക്കിപ്പോൾ 8 ഇഞ്ചാണ് വരുന്നത്. എനിക്ക് വേണ്ടത് 8.5 ഇഞ്ചാണ്. 17 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ 17 ഇഞ്ച് കിട്ടണമെങ്കിൽ 8.5 ഇഞ്ച് വേണം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ച് താഴത്തോട്ടേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി താഴത്തോട്ടേക്ക് വരച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം 8.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഷേപ്പാണ്. ഷേപ്പിൻ്റെ ലെങ്ത്ത്, അതായത് നമ്മുടെ ഇടവണ്ണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് എനിക്ക് 13 ഇഞ്ചാണ് വരുന്നത്. ഇനി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഷേപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 3/4 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് സീം എലമെൻസ് 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സെയിം ആണ്. ചുരിദാറിൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യും പോലെ തന്നെയാണ്. കുറച്ചും കൂടി ലൂസായിട്ട് കിടന്നാൽ നൈറ്റി അല്ലേ, കുറച്ചും കൂടി ലൂസായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇടുമ്പോൾ നല്ല ലൂസായിട്ട് കിടക്കുന്നതായിരിക്കും സുഖം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു നൈറ്റി ആകുമ്പോൾ അടിയിൽ ഫ്രില്ലൊക്കെ വയ്ക്കും അല്ലേ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രില്ലൊക്കെ വയ്ക്കാം എത്ര വീതിക്ക് വേണമെന്ന്. അപ്പോൾ അതും കുറച്ചിട്ടുള്ള ലെങ്ത് ആയിരിക്കണം ടോട്ടൽ ലെങ്ത് ആയിട്ട് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഞാനതും കുറച്ചിട്ടുള്ള ലെങ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 8 ഇഞ്ചിൽ വലിപ്പത്തിലാണ് ഫ്രില്ല് വയ്ക്കുന്നത്. അതും കുറച്ചിട്ടുള്ള ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് സാധാരണ ലൈൻ കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നേരെ താഴത്തോട്ടേക്ക് വരച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തുണി, നമുക്ക് 3 മീറ്ററുള്ള തുണിയായിരിക്കുമല്ലോ നൈറ്റി പീസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം തന്നെ തുണി ബാക്കിയുണ്ടാവും. അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള പീസുകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്കിൽ കുറച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഭാഗത്തിൽ ഒരു 2 ഇഞ്ച് കയറ്റിയിട്ട് നമുക്കൊന്ന് കർവ് ചെയ്തിട്ടെടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളത് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഒരു തൂങ്ങി നിന്നിട്ടുണ്ടാവും, കുറച്ചധികം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും. ഇങ്ങനെ വല്ലാത്തൊരു ഇതിലാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നൈറ്റി ഇടുന്ന പോലെയല്ല ഇത് ചെയ്യുമ്പോൾ. ഇങ്ങനെ ചെയ്യണം, കുർത്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്തിരിക്കണം. ഓക്കെ,
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാലൻസുള്ള തുണി ഉണ്ടല്ലോ, ആ തുണി വെച്ചിട്ട് നമുക്ക് ഫ്രില്ലിനുള്ള പീസ് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് എനിക്ക് ബാക്കിയുള്ള പീസിൽ കുറച്ചധികം തന്നെ ഫ്രില്ലിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇരട്ടി തന്നെ കിട്ടിയിട്ടുണ്ട് ഫ്രില്ലിന് വേണ്ടിയിട്ട്. 8 ഇഞ്ചിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചിലാണ് വേണ്ടത് അത്ര മാത്രം എടുത്താൽ മതി. ചെറിയ ഫ്രില്ലിട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും, വലുതാണെങ്കിലും ഭംഗി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും ഇതിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, 2 പീസ് ഇങ്ങനെ കിട്ടിയിട്ട് ഇനി കംപ്ലീറ്റ് അറ്റാച്ച് ചെയ്തിട്ട് ഫ്രില്ല് വെച്ചാൽ മാത്രം മതി. ഇനി ചെയ്യുന്നത് നമുക്ക് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് ഞാൻ വേറൊരു കളറാണ് എടുത്തിരിക്കുന്നത്, അങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്ലീവിനെ കണക്കാക്കിയിട്ട് നമ്മൾ ബൈസപ്പിൽ കണക്കാക്കിയിട്ട് മാത്രം തുണി എടുത്തിട്ടുള്ളൂ, ബൈസപ്പ് കണക്കാക്കിയിട്ട്. ഓക്കെ, ബൈസപ്പും സീം അലവൻസും. എന്നിട്ട് നമ്മൾ ഓരോരോ അളവുകളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ പഫ് സ്ലീവാണ് വെക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക, സീം അലവൻസ് താഴെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് കൂടെ മുകളിലോട്ട് ഞാൻ 3 ഇഞ്ചിലാണ് ചെയ്യുന്നത്. മുകളിലോട്ടും സൈഡിലോട്ടും 3 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളിതാ ബൈസപ്പിൻ്റെ അളവാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ബൈസപ്പ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ട് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് സാധാരണ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ മുകളിലേക്ക് ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ച് അതിനെ 4 ഭാഗമാക്കുക. ഓക്കെ, 4 ഭാഗമാക്കിയതിന് ശേഷം ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ടത് ജസ്റ്റ് അളന്നിട്ട് നോക്കുന്നതാണെങ്കിൽ അങ്ങനെ നോക്കാം അത്രയും ഉണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, അപ്പോൾ 8.5 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പഫിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, 3 ഇഞ്ച് സൈഡിലോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോലെ താഴത്തോട്ടും മാർക്ക് ചെയ്യുക. ഇങ്ങനെയൊരു ബോക്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കിങ്ങനെ ഒരു കർവ് ഷേപ്പിൽ വരച്ച് വന്നിട്ട് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ നടുഭാഗം ഉണ്ടല്ലോ, നടുഭാഗത്തുള്ള ആ അളവിലേക്ക് കൊണ്ടുപോയി മുട്ടിക്കണം. ഓക്കെ, ഇതാ ഇങ്ങനെ വെച്ചിട്ട് നടുഭാഗത്തിലേക്ക് മുട്ടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ അതേ ഉള്ള സ്ലീവിൻ്റെ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പഫ് ക്രിയേറ്റ് ആവും. ഓക്കെ, ചെറിയ പഫ് മാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതായത് ഷോൾഡറിൻ്റെ അടുക്ക മാത്രം ചെറിയൊരു പഫ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി എല്ലാ നോച്ചസൊക്കെ ഇടാം, മുകളിലും നോച്ചിടാം, താഴെയും ഒക്കെ നോച്ചസ് ഇടാം. ഇനി നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ക്യാൻവാസ് ഉണ്ടല്ലോ, ക്യാൻവാസ് ഞാനൊരു 13 ഇഞ്ച് അളവിലുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഷോൾഡറിനുള്ളതും താഴെയുള്ളതൊക്കെ അളവുകൾ അടയാളപ്പെടുത്തണം. ഞാൻ ജസ്റ്റ് സാധാരണ നമ്മൾ കുർത്തിക്കൊക്കെ ചെയ്യും പോലെയുള്ള ഒരു നെക്ക് മാത്രമാണ് അടയാളപ്പെടുത്തുന്നത്. ഞാനൊരു 4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നെക്ക് ഇതിൽ അടയാളപ്പെടുത്താം. നെക്ക് അടയാളപ്പെടുത്തി ഞാൻ 3 ഇഞ്ചാണ് സാധാരണ നെക്ക് അടയാളപ്പെടുത്താറ്. 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളപ്പെടുത്തി. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് നെക്ക് ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് അതൊരു ബോക്സ് ആക്കാം. ഓക്കെ, ഞാൻ വി നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് തന്നെ വി ആയിട്ട് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 1/2 ഇഞ്ചിൽ പുറത്തേക്ക് ഒന്ന് നോട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ക്രോസ് എന്താ പറയുക, ഒരു കർവ് ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. ഓക്കെ, സ്ട്രെയിറ്റ് ലൈന് ചെയ്യരുത്. ഓക്കെ, ഇനി താഴെ ജസ്റ്റ് ഒരു കർവ് ഷേപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് സാധാരണ ചെയ്യും പോലെ ഇതാണെങ്കിൽ ചതുരത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു കർവ് ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു വശവും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ടത് നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അയൺ എടുത്തതിന് ശേഷം സൈഡ് ഒരു 1/2 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.